ഹായ് ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒരു വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ. അപ്പോൾ സ്കിപ്പാക്കാണ്ട് എൻഡോളം വീഡിയോ നോക്കി വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട. രാവിലെ 6 മണിയാകുമ്പോൾ ഞാനിവിടെ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ ഉച്ചക്കൊക്കെയുള്ള ലഞ്ച് രണ്ടും റെഡിയാക്കുന്നുണ്ട്. അതായത് കുട്ടിയൊക്കെ ഇപ്പോൾ സ്കൂൾ തുടങ്ങിയതിനെ കൊണ്ട് ഇത് രണ്ടും 8 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങൾക്ക് റെഡിയായി കിട്ടണം. ഇന്നത്തെ നാഷ്ടത്തിന് ഞാൻ വെജ് ബാത്ത് ഉണ്ടാക്കി. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് സോയാബീനും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനിത് ഫസ്റ്റ് ടൈം സോയാബീൻ ഇട്ടിട്ട് ഇങ്ങനെ ഒരു വെജ് ബാത്ത് ആക്കിയുള്ളത്. നമുക്ക് അത്ര ഐഡിയ ഇല്ല ഇതിപ്പോൾ എത്ര ടേസ്റ്റ് വരുമോ ഇല്ല എന്നുള്ള ഐഡിയ ഇല്ല. ബട്ട് ഏതായാലും ഒന്ന് ട്രൈ ആക്കാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ സോയാബീൻ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾ ഇവിടെ വോങ്കി ബാത്ത് എന്നും പറയും, പിന്നെ തർക്കാരി ബാത്ത് എന്നും പറയും. ഇപ്പം ഞാൻ ആക്കുന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ വോങ്കി ബാത്ത്. അതിൻ്റെ ഒപ്പം തന്നെ ഞാനിവിടെ ചെറുപയറിൻ്റെ ചാറ്റ് ആക്കിയിട്ടുണ്ട്. വേവിച്ചെടുത്ത ചെറുപയർ, അതിലേക്ക് ഉള്ളി, തക്കാളി, കക്കരിക്ക, ഉപ്പ് ഇത് മൂന്നും മിക്സ് ആക്കിയിട്ട് ഒരു ചാറ്റ് റെഡിയാക്കിയിട്ടുണ്ട്. സോയാബീൻ ഇട്ടിട്ട് റൈസ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, കുട്ടികൾക്ക് നല്ല ഇഷ്ടപ്പെട്ട്. അപ്പോൾ ഒരു ലഞ്ച് ബോക്സിനും ഇതന്നെ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ സമയം ഏതായാലും 8 മണി ആയിക്കൊണ്ട് വന്ന് ഇനിയിപ്പോൾ കുട്ടികളെ സ്കൂളിൻ്റെ അടുത്തൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ അതിൻ്റെ ഒപ്പം ഞാനിവിടെ ചട്നിയും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ബാത്തിൻ്റെ റെസിപ്പി എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ആക്കി പറയണം. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയെല്ലാം കഴിഞ്ഞിട്ട് കിച്ചൻ്റെ കോലം ഇത്. അപ്പോൾ ഒരാൾക്ക് നിൽക്കാന്നുള്ള അത്രയും സ്പേസ് ഉള്ളൂ കിച്ചണിൽ, കുറേ വലിയ കിച്ചണൊന്നുമല്ല. അപ്പോൾ ഒരു സ്നാപ്പ് ട്രാൻസാക്ഷൻ എടുത്തിട്ടുണ്ട്. കിച്ചൻ്റെ പണി ഇപ്പോൾ എല്ലാവരും എപ്പോഴും എടുക്കുന്നതന്നെ, ചട്ടിപ്പാത്രം എപ്പോഴും എടുക്കുന്ന പണി തന്നെയല്ലേ, അതിപ്പോൾ വീഡിയോ ആയിട്ട് എടുക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നി. ഇന്നിപ്പോൾ കുറച്ച് നല്ല വെയിലുണ്ടായിന്, അങ്ങനെ ഉള്ളിലുണ്ടായ കുറച്ച് പ്ലാന്റ്സ് എല്ലാം എടുത്ത് പുറത്ത് വെയിലത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ലീഫിൻ്റെ കളറെല്ലാം ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ടായിന്, അപ്പോൾ ഒരു സൺലൈറ്റ് എല്ലാം അടിക്കുമ്പോൾ അതെല്ലാം ഒന്ന് ശരിയായിക്കോളൂ. 2 ആഴ്ച ഇടമായ അങ്ങനെ പിന്നെ തുണിയൊന്നും ശരിക്കും ഉണങ്ങിയിട്ടുണ്ടായിട്ടില്ല. ഇന്നിപ്പോൾ വെയിലായതിനെ കൊണ്ട് എല്ലാം ഒന്ന് ഉണക്കിയെടുത്തിട്ടുണ്ട്. ഒരു 3-3:45 കുട്ടികൾ സ്കൂളിൽ വിടും. അങ്ങനെ പോയി കുട്ടികളെല്ലാം കൂട്ടിക്കൊണ്ട് വന്ന് ഒരു 5 മണിയാകുമ്പോൾ പിന്നെ ട്യൂഷനിക്ക് പോകും. അപ്പോഴത്തേക്ക് അവർക്ക് തിന്നാനും കുടിക്കാന്നുള്ള എല്ലാം ആക്കി കൊടുക്കും ഞാൻ. ഇന്നിപ്പോൾ ഞാൻ ദോശ ആക്കി കൊടുത്ത് അവർക്ക് തിന്നാനും കൊടുത്ത് ഒരു ട്യൂഷൻ പറഞ്ഞയച്ച്. ആടുന്ന് വരുമ്പോഴത്തേക്കും ഞാൻ കുറച്ച് റേഷൻ എല്ലാം ഓർഡർ ആക്കിയിട്ടുണ്ടായിന്, അതെല്ലാം പരക്കെത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്ക് എൻ്റെ മാപ്പിളയും വരുമ്പോൾ കുറച്ച് മാങ്ങയും അതുപോലെ തന്നെ പിന്നെന്ത് നേർലെ ഞങ്ങളിവിടെ നേർലെ പയോ എന്ന് പറയും. അപ്പം നിങ്ങൾ എന്ത് പറയുന്നത് എനിക്കറിയില്ല. അപ്പം അതും ഇപ്പോൾ സീസൺ അതിനെ കൊണ്ട് ഇതിപ്പോൾ എല്ലായിടത്തും കിട്ടുന്നു. അപ്പോൾ അതും കൊണ്ടുവന്നിട്ടുണ്ടായിന്. ഒരു ചായ കുടിയെല്ലാം കഴിഞ്ഞ് മോന്തിക്കൊക്കെ ഉള്ള ചോറും കറിയും കോയക്ക ബറവ് എന്ന് പറഞ്ഞാൽ കോയക്കൻ്റെ ഉപ്പേരി, ഞങ്ങളിവിടെ ബറവ് എന്ന് പറയും. അപ്പോൾ കോയക്ക ബറവ് എല്ലാം ഒന്ന് റെഡിയാക്കി. ഇന്നിപ്പോൾ RCBൻ്റെ ഫൈനൽ മാച്ചും കൂടി ഉണ്ടായിന്. അപ്പോൾ ഫൈനലോളം ഇരുന്ന് കണ്ട്. RCB ഫാനാണോ എന്ന് ചോദിച്ചെങ്കിൽ അല്ല, ബട്ട് ഫൈനലോളം ഇരുന്ന് കണ്ട് നല്ല രസം ഉണ്ടായിന്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ പ്ലീസ് ഡു ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ആക്കാൻ മറക്കണ്ട.